ഹലോ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കോളേജ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഇതുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. വീഡിയോയ്ക്ക് കുറേ ഗ്യാപ്പുണ്ട്, എന്നാലും ഡെയിലി ലൈവ് പോരുന്നുണ്ട്. അതിനൊരു കുറച്ച് സമയം കണ്ടെത്തി അത് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എങ്ങനെയാണ് കുങ്കുമം നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത്. എങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയാലും അതിലൊരു ഇൻഗ്രീഡിയൻറ്റ് എന്തായാലും പിന്നെ എന്താ പറയുക, ഒരു പ്രകൃതിദത്തമല്ലാത്ത ഒരു ചേരുവ അതിലുണ്ടാവും. അതല്ലാതെ അത് നാച്ചുറലായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് ഒത്തിരി ഞാൻ വലിച്ചു കിട്ടുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. അതിനിപ്പുറം ഞാൻ ഇന്നലെ 2 ദിവസം മുന്നേ ഒക്കെ ഞാൻ നോക്കി വീഡിയോ ചെയ്യാൻ. അപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. ഇപ്പം അവൻ നല്ല ഉറക്കമാണ്. കാട്ടിത്തരാം കേട്ടോ. ഞാൻ വേണ്ടി വിരിച്ചൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഈ തറയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവർക്ക് അതൊന്നും വയ്യാണ്ടാവില്ലല്ലോ എന്നൊക്കെ നല്ല പിന്നെ കട്ടിക്കുള്ള പാൻറ്റും ഒക്കെ ഇടിച്ച് ഇപ്പം 1 വയസ്സാവാനായി. അപ്പോൾ അതിലേക്ക് ഓടി നടന്നിട്ട് കളിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒത്തിരി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, വീഡിയോ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇത് കണ്ടില്ലേ, മഞ്ഞൾ നല്ലോണം ഉണക്കി പൊടിച്ച്, അതായത് പുഴുങ്ങി ഉണക്കി പൊടിച്ച് എടുത്ത അങ്ങനെ തന്നെ എടുത്ത മഞ്ഞളാട്ടോ. മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചെറുനാരങ്ങ, പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇതിൽ നാച്ചുറൽ അല്ലാത്തൊരു ചേരുവ കുറച്ച് അപ്പക്കാരം. ചിലർ ചുണ്ണാമ്പ് ചേർക്കും, പക്ഷേ ചുണ്ണാമ്പ് ചേർക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് നമ്മുടെ നെറ്റിക്ക് പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതൊരു തുള്ളി മതി, ഒരു കുറച്ച്. ഞാൻ അളവൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെയല്ലാതെ നമുക്ക് കുങ്കുമം ഉണ്ടാക്കാൻ പറ്റില്ല. ക്ഷേത്രത്തിലെ ആവശ്യത്തിലേക്കൊക്കെ നമുക്ക് ഇത് പിന്നെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. നല്ല പാത്രമൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ള കളറുള്ള പാത്രം അങ്ങനെയൊക്കെ ഈ മഞ്ഞപ്പൊടി പറ്റിയ പോകില്ലോ. ഇതിലേക്ക് നമ്മളിത് 2 ചെറുനാരങ്ങയാണ് എടുത്തേക്കുന്നത്, അത് ചേർക്കുക കേട്ടോ. നമ്മൾ ഈസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. പറയുവാണെങ്കിൽ ഒരു 10 മിനിറ്റുള്ളൂ വീഡിയോയിൽ. ഒത്തിരി ഞാൻ വലിച്ചു നീട്ടിയൊന്നുമല്ല കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ എല്ലാ വീഡിയോയും ഞാൻ അങ്ങനെ തന്നെയാണ്. പുറത്ത് പോയിട്ട് ആനുകാലികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ അതിന് കുറച്ച് ടൈം എടുക്കുന്നത്. അതെടുക്കാതെ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ഇതിനി ഞാൻ നല്ലോണം ഈ കട്ടയൊക്കെ ഉടച്ച് ഇളക്കി ചേർത്തിട്ട് നിങ്ങളെ കാണിക്കും. ഇനി അടുത്ത ചെറുനാരങ്ങ കേട്ടോ, ഇത് രണ്ടാമത്തെയാണ്. ആദ്യത്തെ ചെറുനാരങ്ങ ചേർത്ത് നല്ലോണം ഇതെല്ലാം ഇതാക്കി, ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ ഇത് കാണുന്നതിൻ്റെ കുരുവാട്ടോ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അപ്പക്കാരം ചേർക്കാം. ഇത് കണ്ടോ, ഒരു പിഞ്ച് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. തന്നെ ഇത് നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് വെയിലത്ത് വെക്കുക. വെയിലത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ ഫിനിഷ് കഴിയുക. വാ വെയിലത്തിരിക്കട്ടെ. ഇടയ്ക്ക് വന്നിട്ട് നമുക്കൊന്ന് ചിക്കി കൊടുക്കാം. മേലെ പോയി വന്നപ്പോഴത്തേനും നീ ഒരാളും കൂടി എണീറ്റിട്ടോ. കുറച്ച് നേരം കേട്ടോ, അതെ കാലിങ്ങനെ എടുത്തിട്ട് നമ്മളെപ്പോഴും തൊട്ടി ഇങ്ങനെ താഴ്ത്തി വെട്ടാവുള്ളേ. എപ്പോഴാണേലും തൊട്ടി, അഥവാ കുഞ്ഞ് വീണാലും ഒന്നും കുഞ്ഞിന് പറ്റരുത്. താഴെ എന്തെങ്കിലും വിരിച്ചു കൊടുത്താൽ, നമ്മളെപ്പോലെ കൂടെ ആരും ഇല്ലാത്തവരൊക്കെ ആണെങ്കിലേ അന്നേരം. പിന്നെ ഈ വാങ്ങുന്ന തൊട്ടിനെ കഴിഞ്ഞൊക്കെ എത്രയും നല്ല നമ്മുടെ ഈ സാരി കൊണ്ടൊക്കെ കിട്ടുന്ന കേട്ടോ. ഇവിടെ കുങ്കുമം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, എന്ത് നല്ല കളറാണ്. അതിൻ്റെ ഇടയ്ക്ക് ആ കുരുവൊക്കെയാണ് ആ മഞ്ഞ കളറിൽ കാണുന്നത്. കുരുവൊക്കെ പെറുക്കി കളഞ്ഞ് ഇതാക്കി ഇതിനെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? നല്ല തരിയാണ്, എന്നാലും ഇത് കയ്യിൽ കണ്ടോ. ഇതിനെ ഞാനൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലോണം ഒന്നുകൂടെ പൊടിച്ചെടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് തൊടാൻ നല്ല ഇതായല്ലോ. ഇതാണ് നമ്മുടെ കുങ്കുമം. അങ്ങനെ നമ്മുടെ കുങ്കുമം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. എടുത്ത് തൊടാൻ നമുക്ക്. നല്ല ഒറിജിനൽ കളറാട്ടോ. വേറെ ഒരു ഇതുമല്ല, ശരിക്കും വാങ്ങുന്ന കുങ്കുമത്തിൻ്റെ അതേ കളർ.
ഞാൻ ഇതിനെ എടുത്ത് ഒന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു മഞ്ഞളിൻ്റെ മണമൊക്കെ ഒന്ന് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ല സ്പ്രേ അതാണ് ഉള്ളത്. അതൊരു നാരങ്ങാനീരൊക്കെ ഇതാക്കി കഴിയുമ്പോൾ അതിലേക്കങ്ങ് ഇതാക്കി എടുത്ത് വെക്കുമ്പോഴത്തേനും ആ ഒരു സ്മെല്ലും കൂടെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മൾ ഈ വാങ്ങുന്നതൊക്കെ ഇതിൻ്റെ സ്മെല്ലായിരിക്കും. കളറ് തട്ടിയാൽ പോകത്തേ ഇല്ല. അങ്ങനെ എല്ലാവരും കുങ്കുമം ഉണ്ടാക്കി നോക്കണം. കെമിക്കലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പക്കാരം ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഈ വാങ്ങുന്നതിലൊക്കെ വേറെ ഒരുപാട് ഇതുണ്ടാകും. ഇതിലിപ്പോൾ ചെറുനാരങ്ങയും നമ്മുടെ മഞ്ഞളും അപ്പക്കാരം മാത്രമേ ഉള്ളൂ കെമിക്കലെന്ന് പറയാനൊരിത്. നമ്മൾ അപ്പത്തിലൊക്കെ ഇട്ട് കുറേശ്ശെ കഴിക്കുന്നതല്ലേ. പിന്നെ സ്കിന്നിന് വലിയ പ്രശ്നമോ കാര്യമോ ചൊറിച്ചിലോ അതൊക്കെ ഒന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. തൊട്ടാൽ ഒരു കളർ മാറ്റമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞതുപോലെ വീഡിയോ ഒത്തിരി നീട്ടുന്നില്ല, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമ്മുടെ വിട്ടുകൊണ്ടിരുന്ന പഴയ പണ്ടത്തെ ഒരു ശിങ്കാറിൻ്റെ കുങ്കുമം വാങ്ങിയ പാത്രമായിട്ട് ഇതിലാണ് ഞാൻ കുങ്കുമം സൂക്ഷിച്ച് വെക്കുന്നത്. ഇതിലേക്കിട്ട് നമുക്ക് അടച്ച് വെക്കാം. പുറത്തേ അടിപ്പോകും ഇട്ടിട്ട് കഴിക്കാം. കയ്യിലൊക്കെ ആയി. ഇതാ ഇതിലാണ് ഇട്ടിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്നത്. ശരി, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാൻ എന്തൊരു സാധനത്തിൻ്റെ എൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾ നോക്കിയാൽ ഞാൻ അതെല്ലാം ചെയ്ത് നോക്കിയിട്ട് ഇടുന്ന വീഡിയോസ് മാത്രമാണ്. അതല്ലാതെ ഒരിടത്തുനിന്ന് എടുത്തിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഇടുന്നതല്ല. ഞാൻ ചെയ്ത് നോക്കി അത് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രമാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഇടുകയുള്ളൂ. അങ്ങനെയുള്ള വീഡിയോസൊക്കെ കുറേ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും കയറി കാണണം, ദയവായി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.